വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കുറേ ദിവസമായിട്ട് അവള് കരച്ചിൽ നിർത്തിക്ക്. ഇവിടെ ഒരാൾ കരഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ കുറേ കാലമായിട്ട് നമ്മൾ കാത്തിരുന്ന ആ ഒരു സംഭവം നിങ്ങളെയും കൂടെ കാണിച്ചു തരാൻ വേണ്ടി ഭയങ്കര സന്തോഷത്തോടു കൂടെ പോവാണ്. ദേ ഇക്കയും കൂടെ വന്നിട്ട് ഇക്കാൻ എന്തിനാ കൊണ്ടുപോണ്? ഇക്ക എന്നെ വേണ്ട ഇപ്പൊ പറയല്ലോ, അവിടെ പോയിട്ട് പറയാം. അയാളുടെ കാലിന്റെ അവസ്ഥ നോക്കി. ഏതായാലും കാല് ഇതേ കെട്ടലും ഇതൊക്കെ ആയിട്ട് മൊത്തത്തിൽ ചിലപ്പോൾ ഫ്രാക്ചർ ആയിട്ടുണ്ടാവും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ കുട്ടികളെ ഹെയ്സനെ ഉറക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ അവിടെ പോയിട്ട് കുറേ നിങ്ങൾ കാണാത്ത കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങൾ കാണാത്ത കുറേ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ റാവുത്തർ ബിരിയാണി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ റെസിപ്പിയും കൂടി ഉണ്ട്. അത് പക്ഷേ നമ്മൾ ലാസ്റ്റ് ഇടുന്നുള്ളൂ. ഫസ്റ്റ് നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നത് നിങ്ങൾക്ക് വഴി കാണിച്ചു തരാണ്. മൈതാനത്ത് നിന്ന്, അതായത് പാലക്കാട് നിന്നൊക്കെ വരുന്നവർക്ക് ഇതുപോലെ സ്റ്റേഡിയം ബൈപ്പാസ് റോട്ടിൽ കൂടെ വന്നു കഴിഞ്ഞാലാണ് നമ്മൾ പോകുന്ന ഭാഗത്തേക്ക് എത്തുക. പിന്നെ ഇതിന് വേറെയും വഴികളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ പിന്നീട് വിശദമായിട്ട് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, സ്റ്റേഡിയം ഗ്രൗണ്ടാണ് കാണുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ, കറക്റ്റ് ഓപ്പോസിറ്റാണ്. പിന്നെ നമ്മൾ ഈ കാണിക്കാൻ പാടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും എന്ന് തോന്നുന്ന എന്തെങ്കിലും ഒരു കാര്യം, നല്ല കാര്യമാണെങ്കിലും മോശമല്ലാത്ത കാര്യമാണെങ്കിലും നമ്മൾ നമ്മുടെ വീഡിയോയിലൂടെ നമ്മുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ അത്രയും എനിക്ക് വേണ്ടപ്പെട്ടവരാണ്. അപ്പോൾ എൻ്റെ കുറേ കാലത്തെ ആഗ്രഹമായ അത് സാക്ഷാത്കരിക്കാൻ പോവാണ്. നമ്മുടെ ഫസ്റ്റ് ലോഡ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫസ്റ്റ് ലോഡ് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ മുമ്പത്തെ ഷോപ്പിൽ ലോഡുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ചും കൂടി വിപുലമായ രീതിയിൽ ഭയങ്കര വലുപ്പത്തിൽ ചെയ്യാണ്. ഇനിയൊരു കാര്യം, ഈ ഒരു സംരംഭം എന്ന് പറയുമ്പോൾ ജനങ്ങൾക്കും ഒരുപാട് ഗുണമുള്ള ഒരു സംഭവമാണ് കേട്ടോ. നമുക്ക് മാത്രമല്ല, നമ്മൾ ചെറിയൊരു ലാഭം മാത്രം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിലും എത്രയോ 10 മടങ്ങാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഉള്ള ഒരു ലാഭം ജനങ്ങൾക്ക് വരുന്നത്. ചെറിയൊരു ലാഭം മാത്രം വെച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് സാധനങ്ങൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം. നമ്മുടെ ഫസ്റ്റ് ലോഡ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കാൻ പോവാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ കോംപ്ലക്സ് ഫുള്ളായിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. എത്ര ഫ്ലോറാണ്, എന്താണ്, ഏതാണ് എല്ലാം കാണിച്ചു തരാം. എല്ലാ സാധനങ്ങളും കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ ബാക്ക് സൈഡിൽ കൂടെയാണ് സാധനം ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ലോഡ് പൊളിക്കാൻ പോവാണ് കേട്ടോ. പൊളിക്കാനല്ല, തുറക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലോഡിൽ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളതും നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ബിസ്മി ചൊല്ലിക്കൊണ്ട് എല്ലാം ആരംഭിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓരോന്നും എഴുതി വെക്കണം, എന്തൊക്കെയാണ് വരുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലോഡൊക്കെ എഴുതി വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഡേറ്റ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് അത് തുടങ്ങുകയാണ്. പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന, അത് ഏത് മതമാണെങ്കിലും ഏത് ജാതിയാണെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനയും സ്നേഹവും എനിക്ക് എന്തായാലും വേണം. ഞാൻ ഒരു പെണ്ണായിക്കൊണ്ട് ഈ ഒരു സംരംഭമൊക്കെ തുടങ്ങുന്നത് ഒരുപാട് പേർക്ക് ഒരു പ്രചോദനം കൂടി ആവണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. കാരണം എത്രയോ സ്ത്രീകൾ വീടിനകത്ത് വെറുതെ ഇരിക്കുന്നുണ്ട്. വെറുതെ ഇരിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ മക്കളെയൊക്കെ നോക്കി പണിയൊക്കെ ചെയ്തിട്ട് തന്നെയാണ്. എങ്കിൽ പോലും നിങ്ങൾക്കും പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം സാധനങ്ങൾ. ഇപ്പോൾ വാട്ടർ ഗീസർ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീന് ഒക്കെ ഇറക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഭയങ്കര പ്രൈസ് കുറവാണ്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ മറ്റൊരു വീഡിയോയിൽ നമ്മുടെ സിലു ട്രേഡേഴ്സിൽ തന്നെ പറയുന്നതായിരിക്കും. ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഓൾ കേരള സപ്ലൈ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒക്കെ നിങ്ങൾ വാട്സപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ സിലു ട്രേഡേഴ്സ് ചാനലിലോ ഒക്കെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതൊക്കെ പറഞ്ഞാൽ മതി കേട്ടോ. ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ, ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ, സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ, പിന്നെ ഫ്രിഡ്ജ്, സിംഗിൾ ഡോറ്, ഡബിൾ ഡോറ്, 4 ഡോറ്, സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജ്, ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ ഹോം അപ്ലയൻസസ് എന്ന് പറയുമ്പോൾ എല്ലാ സാധനങ്ങളും അതിലും വരും. അതേപോലെ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ, സ്റ്റീൽ പാത്രങ്ങൾ, അങ്ങനെയുള്ള സംഭവങ്ങളും വരും. ഇങ്ങനെ ഇനി വരുന്ന എല്ലാ ലോഡും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ചിലപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ ഇട്ടില്ലെങ്കിലും നമ്മുടെ സിലു ട്രേഡേഴ്സിൽ മൊത്തത്തിൽ എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരും. പിന്നെ വേറൊരു സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മാക്സിമം ഒരു സോഷ്യൽ സർവീസ്, ബിസിനസ്സിലൂടെയും സോഷ്യൽ സർവീസ് ചെയ്യാം എന്നതിനൊരു തെളിവ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. അത്രയ്ക്കും വില കുറഞ്ഞ രീതിയിലാണ് കേട്ടോ നമ്മൾ സാധനങ്ങൾ കൊടുക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജ്. ഞാൻ കുറേ ദിവസമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ട്. എനിക്ക് വീട്ടിലേക്ക് ഒന്ന് വാങ്ങണം എന്നുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ആലോചിച്ചു, ഏതായാലും ഞാൻ എന്തെങ്കിലും ഒരു ഷോപ്പ് തുടങ്ങും, ആ സംഭവത്തിൽ ഇതും വരും, എന്നിട്ട് നമുക്ക് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. നമ്മൾ ആഗ്രഹിച്ച ആ ഒരു സാധനം നമ്മുടെ ഷോപ്പിലും വന്നിരിക്കുകയാണ് കേട്ടോ. ഫ്രണ്ടിക്ക് താളല്ലേ
പിന്നെ നമ്മുടെ ഈ ഒരു സംരംഭത്തിനെ നിങ്ങളും കൂടെ വിചാരിച്ചാൽ ഭയങ്കര ടോപ്പിലേക്ക് എത്തിക്കാൻ പറ്റും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ഒരു സംഭവം പാലക്കാട് വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാവർക്കും അറിയിച്ചു കൊടുക്കണം. കാരണം ഒരുപാട് പേര് കാശ് കുറച്ച് വെച്ചുകൊണ്ട് പല സാധനങ്ങളും വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും വാങ്ങിക്കാത്ത ആൾക്കാരുണ്ടാവും. അവരെയാണ് നമ്മൾ ശരിക്കും ഫോക്കസ് ചെയ്യുന്നത്. കാരണം ഞാൻ തന്നെ എന്തോരം സാധനങ്ങൾ ഇപ്പോൾ മുമ്പ് ഒരു വർഷം മുമ്പ് നമ്മളിപ്പോൾ കൊടുക്കുന്ന ഊഞ്ഞാൽ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ നോക്കിയിട്ട് എനിക്ക് 14,000 രൂപയൊക്കെ കണ്ടിട്ട് ഇത്രയും വില കൊടുത്ത് ഇത് വാങ്ങാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. അതേ സാധനം നമ്മളിപ്പോൾ എത്രയോ വീടുകളിൽ 100, 300, 400 വീടുകളിലോളം നമ്മളിപ്പോൾ എത്തിച്ചിട്ടുണ്ട് ഈ ഒരു റേറ്റിൽ അല്ലേ. അപ്പോൾ അതുപോലെ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ടാവും. സോ നിങ്ങളും ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ സെക്കൻഡ് ലോഡാണ്. ഇതിൽ ഫുള്ളായിട്ട് ഫർണിച്ചറാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അടിപൊളി ഫർണിച്ചറാണ്. അതുപോലെ ഇതൊരു 5 ഡോർ അലമാരയാണ് കേട്ടോ. ഇന്നാളെ എനിക്കൊരു ഓർഡറും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അവർ 30,000 രൂപ വരെയാണ് 5 ഡോർ അലമാരയ്ക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നിങ്ങൾക്കൊന്ന് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മളിത് 20,000 രൂപയുടെ ഉള്ളിൽ ഇൻഷാ അല്ലാ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അത്രയും ക്വാളിറ്റിയും അതിൻ്റെ വെയിറ്റൊക്കെ ഉണ്ടല്ലോ, അവർക്കൊന്നും തൂക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു 5 ഡോർ അലമാര അത്രയ്ക്കും പെർഫെക്ഷനോടുകൂടി സൂപ്പറാണ്. എനിക്കെന്നെ കണ്ടിട്ട് ഒരു എന്താ പറയുക ഭയങ്കര ഒരു തലയെടുപ്പോട് കൂടി നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ അത്രയും വിലക്കുറവായിരിക്കും കേട്ടോ നമ്മുടെ സാധനങ്ങൾ. പിന്നെ ഇത് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ നിങ്ങൾ ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ ആ ചെറിയൊരു ലാഭം എടുത്തുകൊണ്ട് മാത്രമാണ് കേട്ടോ ഈ സാധനങ്ങൾ കൊടുക്കുന്നത്. പിന്നെ 3 ഡോറ്, പിന്നെ ഈ ഒരു ടീപ്പോ, ഇതൊക്കെ ഭയങ്കര റേറ്റ് കുറവാണ് കേട്ടോ. 3 ഡോർ ഉണ്ട്, 2 ഡോർ ഉണ്ട്, പിന്നെ കോർണർ ഷെൽഫ് ഉണ്ട്, അങ്ങനെ കുറേ സംഭവം. പിന്നെ കുഞ്ഞൊരു അലമാരൊക്കെ ഉണ്ട്. കനമുള്ളത് 2 പേര് തൂക്കിട്ട് ശരി 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 കൊണ്ടുപോയിക്കോളൂ. പിന്നെ നമ്മുടെ കോംപ്ലക്സിൽ കുറച്ചും കൂടെ ഇങ്ങനെ ലൈറ്റിൻ്റെയും കറണ്ടിൻ്റെയും ഒക്കെ പണികൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റുന്നില്ല. ഈ ഒരു സാധനങ്ങൾ ഷൂ റാക്ക് ഉണ്ട്, അങ്ങനെ ഇത് ഓഫീസ് ടേബിളാണ്. ഇതൊക്കെ ഭയങ്കര റേറ്റ് കുറവാണ് കേട്ടോ. അതുകൊണ്ട് എന്തായാലും ഷെയർ ചെയ്യണം പ്ലീസ്. നിങ്ങളൊന്ന് എന്തായാലും സപ്പോർട്ട് ചെയ്തേ മതിയാവുള്ളൂ. അത് എൻ്റെ ഒരു റിക്വസ്റ്റാണ് കേട്ടോ, ആജ്ഞാപിക്കലല്ല റിക്വസ്റ്റാണ്. അപ്പോൾ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും എല്ലാവർക്കും, നിങ്ങൾക്കോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഒക്കെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. അപ്പോൾ ഈ ഒരു ഫ്രിഡ്ജ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം അതിൻ്റെ ഫ്രണ്ടൊക്കെ കാണുവാൻ ഒരു പ്രത്യേക ഒരു ലുക്കല്ലേ. ഇതേ കണ്ടില്ലേ, ഹെയറിൻ്റെ ആണ് കേട്ടോ, നല്ല അടിപൊളി ബ്രാൻഡാണ്. പിന്നെ അടുത്തത് വന്നിട്ട് ഇത് ഓപ്പൺ ചെയ്യുന്നത് സൈഡ് ബൈ സൈഡ് ഹെയറിൻ്റെ തന്നെ ഒരു റെഫ്രിജറേറ്ററാണ്. ഇതിനൊക്കെ പുറത്ത് 1 lakh rupees ഒക്കെ വരുന്നതാണ്. നമ്മുടെ കയ്യിൽ 60,000 രൂപൻ്റെ ഉള്ളിൽ ഈ ഒരു സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജ് നിങ്ങൾക്ക് കിട്ടും. സൂപ്പർ പീസാണ് കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ എന്തായാലും എന്നെ ഇപ്പോൾ എടുക്കണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം കസ്റ്റമേഴ്സിന് പുറത്തതിന് ശേഷം നീ എടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിച്ചിരിക്കുകയാണ്. കണ്ടില്ലേ, അടിപൊളി സാധനമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഒരു വ്ളോഗ് ചാനലായതുകൊണ്ട് ഇത് മാത്രമായിട്ട് ഇടാൻ എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഇന്ന് നമ്മുടെ വീട്ടിൽ ബിരിയാണി ആയിരുന്നു. പക്ഷേ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോഴേക്കും അതിൻ്റെ ഒരു പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെയ്യും എണ്ണയും ഒഴിച്ചതിന് ശേഷം അതിൽ പട്ട, ഗ്രാമ്പു പോലുള്ള സാധനങ്ങൾ ഇട്ടിട്ട് വലിയ ഉള്ളി സവാളയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. 1 കിലോ സവാളയാണ് ഇട്ടിട്ടുള്ളത്. 1 കിലോ ചോറാണ് കേട്ടോ നമ്മൾ വെക്കുന്നത്. അതിലേക്ക് ഒരു 5 പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ രണ്ടും കൂടെ ചേർന്ന് അരച്ച് വെച്ചിരിക്കുന്നത് ഒരു 3 ടീസ്പൂണോളം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഒരു പച്ചമണം പോയതിന് ശേഷം തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. വീഡിയോ ചില ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ റെനക്കുട്ടിയാണ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് വേറെ പണി ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇത് ഉണ്ടാക്കുന്നത് എൻ്റെ ഉമ്മയാണ്. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതിനുശേഷം ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് മെഷർമെൻറ്റ് ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം ഞാൻ അടുത്തുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി അത് നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ പോയതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില ലാസ്റ്റും കൂടെ തോന്നണം കേട്ടോ, അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് തൈരാണ് ആവശ്യമുള്ളത്. തൈരും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് ഒരു ദിവസം സമാധാനത്തോടു കൂടി വീഡിയോ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഭയങ്കര തിരക്കാണ് വീട്ടിൽ, അതുകൊണ്ടാണ് എനിക്ക് കൂടുതലൊന്നും നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റാത്ത, എന്നോട് ക്ഷമിക്കണേ. ഇനി ഇതിലേക്ക് ഇറച്ചി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ചെമ്മീനാണ് ഉണ്ടായിരുന്നത്. റാവുത്തർ ബിരിയാണി ചെമ്മീനാക്കിയിട്ടോ, നമ്മൾ കുഞ്ഞ് ചെമ്മീനായിരുന്നു. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഒന്ന് വഴണ്ട് വന്ന് എണ്ണ അങ്ങനെ വിട്ടു പോരുന്ന സമയത്ത് നമ്മുടെ ചെമ്മീനും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെമ്മീൻ ശരിക്കും ഞാനൊന്ന് മിക്സിയിൽ അടിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്.
പിന്നെ തിരക്കൽ അത് സാധിക്കാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തു. അടിച്ചിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ എസൻസ് ഫുള്ളായിട്ട് അതിലിറങ്ങുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ ഇപ്പുറത്ത് കുട്ടികൾക്ക് ഓട്സിൻ്റെ ബിരിയാണിയാണ്, കഞ്ഞി പോലെയുള്ള ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇടയിൽ കൂടെ ഉണ്ടാക്കുന്നതാണ്. ബിരിയാണി ഇപ്പോൾ ഉണ്ടാക്കുന്നത് എൻ്റെ ഉമ്മയാണ് കേട്ടോ. ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ചെമ്മീനൊക്കെ ഒന്ന് ഇടിച്ചിങ്ങനെ പൊട്ടിച്ച് ചട്ടിയിൽ വെച്ച് തന്നെ പൊട്ടിച്ച് കൊടുക്കുകയാണ്. നമ്മുടെ ഈ ഒരു ബിരിയാണി നമ്മുടെ പോട്ടിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കട്ടിയാണ് ബിരിയാണി പോട്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. വേറെ ഏതെങ്കിലും ചട്ടിയിൽ നമ്മൾ ഇതുപോലെ ഇടിക്കുകയാണെങ്കിൽ ആ ചട്ടി വളഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഈ പോട്ട് ഇനി വരും ഇൻഷാല്ലാ. നമ്മുടെ പുതിയ ലോഡിൽ നമ്മൾ എന്തായാലും എടുക്കുന്നതായിരിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചോറ് എത്ര അരിയാണോ നമ്മൾ എടുത്തിരിക്കുന്നത് അതിൻ്റെ 2 ഇരട്ടിക്ക് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് മൂടി നന്നായിട്ടൊന്ന് തിള വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇതേ ഇപ്പോൾ തിളച്ച് കഴിഞ്ഞു കേട്ടോ. എന്നിട്ടാണ് നമ്മൾ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അരി നേരത്തെ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. 1 കിലോ അരിയാണ് കേട്ടോ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അരി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ചെറുനാരങ്ങയില്ലേ അതിൻ്റെ നീരും കൂടെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കുക. ഈ ബിരിയാണി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ട്. പിന്നെ ചിലവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, അത്യാവശ്യം സ്പൈസി ഒക്കെ ആയിരിക്കും. ഇപ്പുറത്തെ സൈഡ് ചെമ്മീൻ ബാക്കി കുറച്ച് എടുത്തിട്ട് അതൊന്ന് പൊരിച്ചിട്ട് ലാസ്റ്റ് ഇടാനായിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇതേ റെഡി ആയിട്ടുണ്ട്. ഇനി ഏറ്റവും ലാസ്റ്റ് വന്നിട്ട് ഒരു 2-3 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എൻ്റെ അമ്മ അത്യാവശ്യം നന്നായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കും. ഞാൻ കുറച്ച് പിശിക്കാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ 2 സ്പൂണ് മതി എന്ന് പറഞ്ഞ് ഒഴിവാക്കി. കുറേ നെയ്യ് ഒഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഓരോ ചോറും ഭയങ്കര അടിപൊളിയായിട്ട് വരും കേട്ടോ. പക്ഷേ നമുക്ക് അത്രയ്ക്ക് നെയ്യൊന്നും വേണ്ട, ഇത്രയൊക്കെ മതി. ഇനി നമുക്ക് ചെമ്മീനൊന്ന് പൊരിച്ചെടുക്കണം. ചെമ്മീൻ പൊരിക്കുന്ന അമ്മയാണ്. ബാക്കിയുള്ള പണികൾ പിന്നെ ഞാനാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചെമ്മീൻ പൊരിച്ച് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് ഉള്ളിയൊക്കെ ഇട്ടിട്ട് അതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. പക്ഷെ അതെനിക്ക് കാണിക്കാൻ പറ്റില്ല. ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. വെറുതെ ചെമ്മീൻ കഴിക്കുന്നതിനേക്കാളും ചെമ്മീനാകുമ്പോൾ ക്വാണ്ടിറ്റി കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. ഇതുപോലെ ചെയ്ത് കഴിക്കുമ്പോൾ ഈ ചെമ്മീൻ്റെ ഫുൾ ടേസ്റ്റും ഈ ഉള്ളിയിലും വന്നിട്ട് കുറേ കൂട്ടാൻ ഉള്ള പോലെ നമുക്കൊരു ഫീലും കൂടെ ചെയ്യും. ഇതിൽ ഞാൻ സവാള ആണ് ഇട്ടിട്ടുള്ളത് എണ്ണയിൽ. അതിന് ശേഷം കുറച്ച് സോയ സോസ് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ ചെമ്മീനും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇതൊന്ന് ഒരു 3 മിനിറ്റ് ഇതുപോലെ ആക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇനി ചോറിലോട്ട് ഞാനിത് മുകളിൽ ഇട്ട് കൊടുക്കാനാണ് പോകുന്നത് കേട്ടോ. ഇത് നേരത്തെ നമ്മൾ ഇട്ട് കൊടുത്ത ചെമ്മീൻ ഓൾറെഡി ചോറും ഇതും കൂടി മിക്സായി ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഈ പൊരിച്ചിട്ട് കൊടുക്കുന്നത് അതിനേക്കാളും ടേസ്റ്റ് ആയിരിക്കും. അതിനാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ അങ്ങനെ മുകളിൽ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം മൂടിയൊക്കെ എന്നിട്ട് അതിന് ശേഷം വിളമ്പുക. നമ്മുടെ ഷോപ്പ് ഇനോഗ്രേഷൻ ഡേറ്റ് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളെ അറിയിക്കുക. ഒന്നോ വെള്ളിയാഴ്ച, ഇനി വരുന്ന വെള്ളിയാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച ആയിരിക്കും. മിക്കവാറും വെള്ളിയാഴ്ച ആയിരിക്കും. എല്ലാവരും പറ്റുന്നവരൊക്കെ നേരിട്ടൊന്ന് വരണം. എല്ലാവരെയും നമുക്ക് കാണുകയും ചെയ്യാമല്ലോ. പിന്നെന്താ പറയാനുള്ളത്, യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിലും എല്ലാവരും വരണം കേട്ടോ. നമുക്ക് എല്ലാവർക്കും നേരിട്ട് കാണാം, നമ്മുടെ ഷോപ്പ് കാണാം. പിന്നെ എന്നെ മാക്സിമം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാല്ലാ ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും. ഇപ്പോൾ ഈ തിളച്ചുകൊണ്ടിരിക്കുന്നത് ആടിൻ്റെ തലക്കറിയാണ്. പക്ഷെ ഇതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാനോ നിങ്ങൾക്ക് കാണിച്ചു തരാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇനിയൊരു ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇൻഷാല്ലാ ബൈ ബൈ, അസ്സലാമു അലൈക്കും.